മറ്റൊന്ന് പെർഫ്യൂമിൻ്റെയാണ്, പഴയകാല പെർഫ്യൂമാണ്. നമുക്കൊരു കാര്യം പെർഫ്യൂം കണ്ടുള്ളത് അല്ലേ. ഓ സൂപ്പർ. അപ്പോൾ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുണ്ട്. കാശ്മീരി ഫ്ലവർ ഓയിൽ, ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മട്ടാഞ്ചേരിയിൽ തന്നെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ചേച്ചി ഇവിടുത്തെ ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞു തരും. ഫുൾ നെയിം എന്താണ്? സിന്ധു ദേവി. എവിടെയാണ് താമസിക്കുന്നത്? ഫോർട്ട് കൊച്ചിയിലാണല്ലേ? ഓക്കെ സൂപ്പർ. ഇവിടെ വന്ന് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? ഇതിപ്പോൾ ഈ മ്യൂസിയം തുടങ്ങിയിട്ട് ആകെ 5 വർഷമായിട്ടുള്ളൂ. ഓക്കെ. ഇതിൽ ഞങ്ങൾ വേറൊരു ഫോം ഉണ്ട് പെർഫ്യൂംസിൻ്റെ തന്നെ. അത് തുടങ്ങിയിട്ട് 30 കൊല്ലത്തിന് മേളിൽ. 30 കൊല്ലത്തിന് മേളിൽ അവിടെ പെർഫ്യൂമൊക്കെ ചെയ്യുന്നതാണ്? അല്ല, അത് പെർഫ്യൂംസ് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ. ഫാക്ടറി ഞങ്ങൾക്ക് ഇവിടെ മട്ടാഞ്ചേരിയിൽ തന്നെയാണ്. മട്ടാഞ്ചേരിയിൽ തന്നെ വേറെ ഫാക്ടറി ഉണ്ട്. ഫാക്ടറി സെപ്പറേറ്റ്. അത് 30 വർഷമായി. അതെ അല്ലേ? അതെ. ഓക്കെ. ഇത് വന്ന് 5 വർഷമായിട്ടുള്ളൂ. അതെ. ഓക്കെ. ഇത് റെൻറ്റഡ് ആണോ അതോ ഓണാണോ? റെൻറ്റഡ് ആണല്ലേ?
ഓക്കെ, ഇവിടെ വന്ന് ഏത് തരത്തിലുള്ള പെർഫ്യൂമാണ് ഏറ്റവും ഇതെല്ലാം കൂടുതൽ? എസെൻഷ്യൽ ഓയിൽസ് ആണ്. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല യൂസസിനുള്ള ഓയിൽസ് ആണ്. അത് അറോമ തെറാപ്പിയാണ്. ഓക്കെ, അറോമ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക്, അതായത് മസാജിന് യൂസ് ചെയ്യാവുന്നതാണ്. മസാജ്, പിന്നെ പെർഫ്യൂമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ ഡിഫ്യൂസർ ഉണ്ട് റൂം ഫ്രഷ്നസിന് വേണ്ടിയിട്ട്. റൂം ഫ്രഷ്നറിന് വേണ്ടിയിട്ടുള്ള ഡിഫ്യൂസറിൽ യൂസ് ചെയ്യാം. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ യൂസ് ചെയ്യാം. അതിലൊരു 2-3 തുള്ളി ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ കുളിക്കാം. ഇതുകൊണ്ട് നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ഏത് സ്കിന്നിനും നമുക്ക് യൂസ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ബിക്കോസ് ആൽക്കഹോളോ കെമിക്കലോ ഒന്നുമില്ലാത്തൊരു പെർഫ്യൂംസാണ്. ഇതിൽ ഡയറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എസെൻഷ്യൽ ഓയിൽസ്. അപ്പോൾ ഇവിടെ തന്നെ ഇത്രയും ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബോട്ടിൽ മുതൽ വലിയ ബോട്ടിൽ വരെ തന്നെ പഴയകാല എല്ലാ തരത്തിലുള്ള പെർഫ്യൂംസും. അതെ, അപ്പോൾ ഇതിൻ്റെ പേരുകളും ഡീറ്റെയിലൊക്കെ ചേച്ചി ഇപ്പോഴും പേരുകൾ വന്നിട്ട് ഓർമ്മയുണ്ട്. കേരള ഫ്ലവർ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കേരളത്തിൽ സ്പെഷ്യലാണ്. ഏത് നാട്ടുകാർ വന്നാലും അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് പെർഫ്യൂമാണ്. ആ കേരള ഫ്ലവർ പിച്ചിപ്പൂവാണ്. പിച്ചിപ്പൂ അതായത് നമുക്ക് എവിടെയും കിട്ടത്തില്ല. പൂ കിട്ടും, പക്ഷെ അതിൻ്റെ പെർഫ്യൂംസ് നമുക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. പിന്നെ അതേപോലെ തന്നെ ലോട്ടസ്, മാരിഗോൾഡ്, കോഫി ഓയിൽ വരെയുണ്ട്. കോഫിയിൽ നിന്ന് ഉണ്ടാക്കിയ ഓയിൽ വരെയുണ്ട്. പെർഫ്യൂമായിട്ട് ചെയ്തതുണ്ട്. അതെ, ആ കോഫി ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അരോമ തെറാപ്പിക്ക് വന്നിട്ട് ഇത് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, പിമ്പിൾ മാർക്സ്, അതിനൊക്കെ യൂസ്ഫുൾ ആണ്. ബ്ലാക്ക് ഡോട്ട്സ് എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. അതായത് ഇറ്റ്സ് എ ഫെയർലെസ് ഓയിൽ ഓൾസോ. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾക്കുള്ളത് ഗ്രാമി പ്രോഡക്ട്സ്. ഗ്രാമി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഓയിൽസ് ആണ്. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും ഏതാണ് നമ്മുടെ അതായത് നമുക്ക് കോക്കനട്ട് ഓയിൽ മിക്സ് ആണോ അതോ? ഇല്ല, കോക്കനട്ട് ഓയിൽ നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിട്ട് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ചെയ്തു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ നമുക്ക് മുടിയുടെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ മുടിക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ ഒരു ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് റോസ്മേരി ഓയിൽ, ടീ ട്രീ ഓയിൽ, താരത്തിനും മുടി കൊഴിച്ചില് സെപ്പറേറ്റ് ആയിട്ട്. അതെ, നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിന് തലയിൽ മുടി പൊഴിച്ചിലുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോസ്മേരി ഓയിൽ. റോസ്മേരി ഓയിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ബ്ലെൻഡ് ചെയ്യാം. സ്വയം ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ 10 മില്ലി ഇത് റോസ്മേരി ഓയിൽ വാങ്ങുക. അതിൻ്റെ കൂടെ വെർജിൻ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്താൽ അത്രയും നല്ലത്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ ഈ കുളിക്കുമ്പോഴേ മറ്റു സോപ്പുകൾ തേക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് രണ്ടും യൂസ് ചെയ്യുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, കിടന്നോളും. രാവിലെ ഇപ്പോൾ നമ്മൾ ഈ തലയിൽ എണ്ണ തേച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ തോർത്ത് നനച്ച് നമ്മൾ തലയിൽ നല്ലതാണോ? ഇല്ല, അതൊരിക്കലും ചെയ്തത്. അത് നമ്മുടെ മുടിക്കും കൂടെ കേടാം. തലയിൽ ചൂടുവെള്ളം ശരിക്കും പറഞ്ഞാൽ മുടിക്ക് കേടാം. പിന്നെ ഷാംപൂ മാക്സിമം കൂടുതൽ അവോയ്ഡ് ചെയ്യുക. ഷാംപൂസ് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് മുടി കൊഴിച്ചിലിനെ ബാധിക്കും. അത് യൂസ് ചെയ്യാം. ഇവിടെ ഒത്തിരി പെർഫ്യൂംസ് ഉണ്ട്. ഇതിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു 1450 കളക്ഷൻസ് ഉണ്ട്. 1450 കളക്ഷൻസ്. ഫ്രണ്ട്സ്, 1450 കളക്ഷൻസാണ് ടോട്ടലായിട്ടുള്ളത്. ഇത്രയും കളക്ഷൻസ് വന്ന് നമ്മുടെ സിന്ധു ചേച്ചിയുടെ എന്താ പറയുക, ആ സ്റ്റോറേജ്, ബ്രെയിൻ സ്റ്റോറേജ് എന്ന് തന്നെ പറയാം. ആ ഒരു സ്റ്റോറേജിലൊന്ന് ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ കാൽക്കുലേഷനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, അപ്പം അതിൻ്റേതായ പെർഫ്യൂംസും അതുപോലെ തന്നെ ആ ഓയിൽ അത് ബേസ് ചെയ്തുള്ള എല്ലാ ഡീറ്റെയിലും എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഉള്ളത് ഇവിടെ വേറെ എന്തെങ്കിലും ഉള്ളത്? വേറെ ഉള്ളത് ഞങ്ങൾക്കുള്ളത് ബ്രാൻഡഡ് പെർഫ്യൂംസാണ്. ബ്രാൻഡഡ് മീൻസ് അത് ബ്ലെൻഡാണ്. പക്ഷേ നമ്മൾ ഏത് പെർഫ്യൂംസും നമുക്ക് അത് സ്പ്രേസിൽ ഇത് ഫോറിൻ കൺട്രീസിൽ വരുന്ന ഓരോ സ്പ്രേസ് ഉണ്ടല്ലോ, ആ സ്പ്രേസിൽ വരുന്ന ഏത് ക്വാളിറ്റി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. ഏത് ക്വാളിറ്റിയിലുള്ള പെർഫ്യൂമാണ്? ഏത് ക്വാളിറ്റി, അതായത് ഇപ്പം നമുക്ക് പറഞ്ഞ ടോംഫോർഡ്, ഓംബ്രെ ടോംഫോർഡ് ഇത് വരുന്നുണ്ട്. പിന്നെ ഡേവിഡ് ഓഫ് ടു വാട്ടർ, അങ്ങനെയുള്ള ഓരോ പെർഫ്യൂംസ് വരും. അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നു. ഇപ്പോൾ ഈ മിക്സഡ് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ ഇത് ചെയ്യാറുണ്ട്. സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ബേസ്, മുല്ലപ്പൂവിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വെറൈറ്റി, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത്. അതായത് ഓരോ ആൾക്കാർക്ക് കയ്യിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. എന്നുവെച്ചാൽ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചിലർക്ക് ഫ്ലാവർ സ്മെൽ വേണം, ചിലർക്ക് ഫ്ലോറലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിരിക്കണം, ചില സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ സ്ട്രോങ്ങും മൈൽഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അങ്ങനത്തെ ഒരു ഇത് വരും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സെയിൽസിനുള്ള എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ്.
അതായത് ഫേസ് ഓയിൽസ്, അതായത് പിമ്പിൾസ്, ഫേസ് ഓയിൽസ്, വൈറ്റനിങ്, അതായത് ഫെയർനെസ്സിന് വേണ്ടിയിട്ട് ഫെയർനെസ് ഓയിൽ. പിന്നെ ഉള്ളത് നമുക്ക് സ്കിൻ കെയർ ഓയിൽസ് ഉണ്ട്, അതായത് ഇത് സോറിയാസിൻ്റെ അസുഖങ്ങൾ അതൊക്കെയുള്ള ഓയിൽസ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഈ സ്കിന്നിൽ വരുന്ന ഡിസീസസ് അങ്ങനെയുള്ള ആക്നി ഇത് ഓയിലുകൾ നമ്മൾ ചെയ്ത് അത് ചെയ്ത് അതൊക്കെ ഈ ഓയിൽസിൽ ബ്ലെൻഡാണ്. ഈ കാണുന്ന ഓയിൽസിൽ ബ്ലെൻഡാണ്. ഇത് ഗ്രാമി പ്രോഡക്ട്സ് ആണ്. ഈ ഓയിൽസിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്ലെൻഡ്, ഇതെല്ലാം സർട്ടിഫൈഡ് ആണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട്. അത് ഇവിടെ മാത്രമല്ല, ഞങ്ങൾക്കുള്ളത് വേൾഡ് വൈഡ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വന്ന് വേൾഡ് വൈഡ് ബേസിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഏത് സ്ഥലത്ത് ഏത് രാജ്യത്താണെങ്കിലും അതിനുള്ള ഇത് കാർഡ് തരാം. ഇതാണ് ഞങ്ങളുടെ കാർഡ്.